നമസ്കാരം. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഫേസ്ബുക്കിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്നാൽ ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടും പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഫേസ്ബുക്കിലൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് വേണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതിൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ കുറേയധികം ഫോളോവേഴ്സ് വരും. ഫോളോവേഴ്സ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഇടുന്ന പോസ്റ്റുകൾക്ക് അതിപ്പോൾ വീഡിയോ ആയാലും ഫോട്ടോസ് ആയാലും അതിനൊക്കെ എൻഗേജ്മെന്റ് വരും. അപ്പോൾ ഇതിനാണ് ഫേസ്ബുക്ക് നമുക്ക് പൈസ തരുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം അത് ക്ലിയർ ചെയ്യാം. AI ബേസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ? അതേപോലെ നമ്മുടെ സ്വന്തം ഫോട്ടോസ് ഇപ്പോൾ സെൽഫി ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടുമോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യാനുള്ള കാരണം തന്നെ ഞാൻ മുമ്പ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ കുറെ ആളുകൾ വന്നിട്ട് സെയിം കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫോട്ടോ തന്നെ ഇടണോ, എങ്ങനെയുള്ള ഫോട്ടോസ് ആണ് ഇടേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് AI ബേസ്ഡ് ആയിട്ടുള്ള AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അതിലൂടെയും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഫേസ്ബുക്ക് നോക്കുന്നത് നമ്മളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ ഉണ്ടാകുന്ന എൻഗേജ്മെന്റ് എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം സ്കിപ്പ് ചെയ്ത് പോകാതെ കാണാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം പറഞ്ഞത്. പലരും ഈ ഒരു ഭാഗത്ത് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകും. അതിനുശേഷം മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാതെ സ്കിപ്പ് ചെയ്ത് പോകും. നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഫോട്ടോസ് ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ കൂടുതൽ എൻഗേജ്മെന്റും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം ആ ഫോട്ടോയെ. അതേപോലെ തന്നെ കമന്റും ലൈക്കും ഒക്കെ ഫോട്ടോയ്ക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് പല ഫേസ്ബുക്ക് പേജുകളുണ്ട്. ഷിജോ പി എബ്രഹാം എന്ന് പറയുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഷിജോ പി എബ്രഹാം ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ഈ ഷിജോ പി എബ്രഹാം എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈൽ പിക്ചറുള്ള ഈ ഒരു പേജിൽ ഏകദേശം 24K ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു പേജിൽ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ ഒരു മാസം 2 മാസം ആയതേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ റീച്ച് വളരെ കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തോളം ഇതിൽ ഫോട്ടോസ് ഇടുന്നില്ല, വീഡിയോസ് ഇടാതെ കിടന്നുകൊണ്ട് വളരെ റീച്ച് കുറവാണ്. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജും നല്ല രീതിയിൽ കയറ്റിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് പേജിലാണ് നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോട്ടോസ് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഫോട്ടോസ് ആളുകൾ എൻഗേജിങ് ആകുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പം ട്രാവൽ വ്ലോഗർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ അപ്ലോഡ് ചെയ്യുക. ഇനി അതൊന്നും പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോട്ടോസ് ഇടുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഇവിടെ ഗൂഗിളിൽ ബിങ് എന്ന് സെർച്ച് ചെയ്യുക. ബിങ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഇന്റർഫേസ് വരും. മൈക്രോസോഫ്റ്റിന്റെ ബിങ്ങിന്റെ ഒരു സജഷൻ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ഫ്രം മൈക്രോസോഫ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് ഗൂഗിളിൽ ഇഷ്ടംപോലെ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജുകൾ കിട്ടും, അല്ലെങ്കിൽ മറ്റു ഫോട്ടോസ് ഒരുപാട് കിട്ടും. അതൊന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇടല്ലേ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏൺ ചെയ്യാനും പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് കോപ്പിറൈറ്റ് സ്ട്രൈക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ചെയ്യേണ്ട കാര്യം ബിങ്ങിന്റെ കോപ്പൈലറ്റ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ 15 കോയിൻസ് നമുക്ക് ഡെയിലി കിട്ടും. അതായത് ഡെയിലി നമുക്ക് 15 ഫോട്ടോസ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള 15 കോയിൻസ് കിട്ടും. ഈ കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 15 ഫോട്ടോ ഒരു ദിവസം ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലിട്ട് എൻഗേജിങ് കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇനി ഇതിൽ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അതിന് മുമ്പായിട്ട് ഈ കോപ്പൈലറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ലോഗിൻ ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ, വെറൈറ്റി ഉള്ള വീഡിയോ അല്ലല്ലോ, ഫോട്ടോയുടെ കാര്യമില്ല, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫോട്ടോ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രോംപ്റ്റ് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസ് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ഇവിടെ എഴുതുകയാണ്. ബേബി സിറ്റിംഗ് ഓൺ എലിഫന്റ് അങ്ങനെ എഴുതി. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ്, അതായത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. അത് ഒരു പരിധി വരെയൊക്കെ മനസ്സിലായിക്കൊണ്ട് പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതി ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാണ്. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ക്രിയേറ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ കൊടുത്ത ആ പ്രോംപ്റ്റിന് 4 ഇമേജുകൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കോയിന് 14ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. 15 ആയിരുന്നു, ഇപ്പോൾ 14 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 15 ഫോട്ടോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫ്രീ ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ ഫോട്ടോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പ്രോംപ്റ്റിനാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്ത് തന്നത്. അപ്പം നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രോംപ്റ്റ് ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഇമേജുകൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 ഫോട്ടോസും
നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഇമേജുകൾ, നിങ്ങളുടെ പേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജുകൾ കുറച്ചൊന്ന് ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കൊടുക്കുന്ന പ്രോംപ്റ്റ് ആയിക്കോട്ടെ, ഇവിടെ കൊടുക്കുന്ന ഐഡിയാസ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുടെ തന്നെ ആയിരിക്കണം. വേറൊരാളുടെ ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ എടുത്ത് നിങ്ങൾ ഒരിക്കലും ഫേസ്ബുക്കിൽ ഇടില്ല. നിങ്ങൾ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോസ് ആയിരിക്കണം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ജനറേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം ഫോട്ടോസ്, നമ്മൾ എടുക്കുന്ന നമ്മുടെ യാത്രകളോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്താൽ അതിൽ നിന്നും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ ഗാഡ്ജറ്റുകളെ കുറിച്ച്, മൊബൈൽ ഫോണുകളെ കുറിച്ച്, അല്ലെങ്കിൽ ഇയർഫോൺസിനെ കുറിച്ച്, ലാപ്ടോപ്സിനെ കുറിച്ച്, ലൈറ്റ്സിനെ കുറിച്ച്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കണ്ണിൽ കാണുന്ന എന്തും നിങ്ങൾക്ക് ഫോട്ടോ ആക്കി അപ്ലോഡ് ചെയ്യാം. ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിൽ ഒറ്റ കാര്യം മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി, എൻഗേജ്മെന്റ്. അതായത് നിങ്ങളിടുന്ന ഫോട്ടോസ് ആളുകൾ കാണണം, അതിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഈ എൻഗേജ്മെന്റ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ റീച്ചിലേക്ക് നമ്മുടെ ഫോട്ടോസ് പോകും. മനസ്സിലായോ? അപ്പം വീണ്ടും വീണ്ടും എൻഗേജ്മെന്റ് കൂടുകയും അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് ഏൺ ചെയ്യുന്ന രീതി. പ്രത്യേകിച്ച് വേറെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഈ രീതിയിൽ ഞാൻ കാണിച്ചു തന്ന രീതിയിൽ ഇവിടെ വരിക, പോസ്റ്റിൽ വന്നിട്ട് ഫേസ്ബുക്ക് പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വരിക, ഇവിടെ ഒന്ന് ഫോട്ടോ വീഡിയോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ എടുക്കുക. അതായത് ഞാനിവിടെ ഒരു ഫോട്ടോ എൻ്റെ തന്നെ എടുത്തു, ഈ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ലൈക്ക് ഉണ്ടോ എന്ന് ചുമ്മാ എഴുതി. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹൂ ക്യാൻ സീ യുവർ പോസ്റ്റ് എന്നുള്ളത് പബ്ലിക് ആയിരിക്കണം, ഹൂ ക്യാൻ കമന്റ് എന്നുള്ളത് പബ്ലിക് ആയിരിക്കണം, ഷെഡ്യൂൾ ഓപ്ഷൻ ഉണ്ട്, അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക. ഫോട്ടോ നേരെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ആവും. ഇനി ഈ പോസ്റ്റ് ആയ ഫോട്ടോയ്ക്കാണ് നമുക്ക് പൈസ ഫേസ്ബുക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാമേ. അതിനായിട്ട് എന്റെ ഫേസ്ബുക്ക് പേജിന്റെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യണം. ഈ കാണുന്നതാണ് ഡാഷ്ബോർഡ്. സി ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ മോണിറ്റൈസേഷൻ സെക്ഷനിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇവിടെ ആഡ് ഓൺ റീൽസ്, ബോണസസ്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇൻവൈറ്റ് ഓൺലി പ്രോഗ്രാംസ് ആണ് ഫേസ്ബുക്കിന്റെ ആഡ് ഓൺ റീൽസും ബോണസസും. പക്ഷെങ്കിൽ ബോണസ് ഇപ്പം എല്ലാവർക്കും ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ ആക്റ്റീവ് ചെയ്തിട്ടില്ല ഈ ബോണസ്. ഐ എം ഇൻട്രസ്റ്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്ത അവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഫോട്ടോസ് ഇടുന്നതിന് കിട്ടുന്ന എൻഗേജ്മെന്റിനനുസരിച്ച് ഈ ബോണസിന് നമുക്ക് കൂടുതൽ ഈ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ബോണസിലൂടെ ആയിരക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് ബോണസിലേക്ക് വരുന്ന പൈസയുടെ ഒരു സോഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ആണ്. ആ ഫോട്ടോസിൽ ഉണ്ടാകുന്ന എൻഗേജ്മെന്റിലൂടെ നമുക്ക് ഫേസ്ബുക്കിലൂടെ ഈ പറയുന്ന ബോണസിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം എൻഗേജിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ മൾട്ടിപ്പിൾ പേജുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ തന്നെ അതായത് പേജിന്റെ കാറ്റഗറിയിലുള്ള ഫോട്ടോസ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്താൽ മതി. നല്ല രീതിയിലുള്ള ഏണിങ്സ് ബോണസിലൂടെ ഉണ്ടാക്കാം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബോണസ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊന്നും അധികം ആരും പറയത്തില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടു, പേജിൽ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്നു, അധികം ആരും പറഞ്ഞുകൊണ്ടൊന്നും നടക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഫേസ്ബുക്കിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഒരു പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഫോട്ടോസ് ഒക്കെ ഇട്ട് കുറേയധികം ആളുകളെ ഫോളോവേഴ്സ് ആക്കി നല്ല എൻഗേജ്മെന്റ് ഒക്കെ കൊണ്ടത് ഫേസ്ബുക്കിലൂടെ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഫേസ്ബുക്ക് പേജിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും കൊടുത്തേക്കാം, മറക്കാതെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.